എന്താടോ ഇത്? പച്ചവെള്ളം പോലെ ഉണ്ടല്ലോ. ഈ സാധനം റെഡിയാക്കാനുള്ള സമയമുണ്ടല്ലേ സാറേ? താൻ എന്താ ഈ പറയുന്നത്? ഈ സാധനം ഉണ്ടാക്കുന്ന സ്ഥലത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് സാധനം റെഡിയോ ചോദിച്ചോണ്ടിരിക്കായിരുന്നു. അതുകൊണ്ട് ചടപടയെന്ന് തയ്യാറേക്ക് അയച്ചുകൊണ്ടിരിക്കായിരുന്നു സാറേ. അത്രയ്ക്ക് കുടിക്കാൻ ആരംഭിച്ചു നമ്മുടെ നാട്ടുകാര്. സാറേ, ആ ജഗദീഷിന്റെ കൊലപാതക കേസ് തീർന്ന പോലെയല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചു? ഇന്നലെയാണ് ആ ഹിപ്പി തലയൻ എല്ലാ ഐസ് ബോക്സിന്റെ അടപ്പ് തുറന്നു നോക്കിയിട്ട് ഒരടപ്പും ശരിയാവുന്നില്ല പറഞ്ഞല്ലോ സാറേ. പിന്നെന്താ സാറേ? അത് ശരിയാ. പക്ഷേ ആ 9 ഐസ് ബോക്സിലും 4 ഐസ് ബോക്സിന്റെ അടപ്പ് സെറ്റ് ആവുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോ ഈ കേസ് ഇപ്പൊ തീരുന്ന മാതിരില്ലേ സാറേ? അത് താൻ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോ. എന്ന് വെച്ചാ ഫിനിഷ് ദ കേസ്. ഒരു പെഗ് അടിച്ചു വന്നാൽ ഫിറ്റ്, അടിച്ചു വന്നാൽ സിംഗം. പാലിന്റെ വില കയറിക്കൊണ്ടിരിക്കുന്നു, നിനക്ക് ഒരു വിഷമമില്ലാതെ കുടിച്ചോണ്ട് വരാ. മാസം മാസം മദ്യത്തിന് വില കൂടിക്കൊണ്ടിരിക്കുക, അതിന് നിനക്ക് ഒരു വിഷമമില്ലല്ലേ? പോടാ. എന്നോട് വലിയ വർത്താനം പറയാൻ വന്നിരിക്കുന്നു. അവന് പാൽ കുടിക്കാൻ, എനിക്ക് കള്ളു കുടിക്കാൻ പറ്റില്ല എന്ന്. നീ എന്നെ കണ്ടിട്ട് എന്താ പറഞ്ഞേ? ചക്ക പോലത്തെ മോന്തയുണ്ട്, നിനക്കൊക്കെ ആരാ പെണ്ണ് തരാം, കിഴവിനെ കെട്ടിക്കൊന്ന് പറഞ്ഞില്ലേ? അതെ. ഇത് നോക്ക്, എങ്ങനെയുണ്ട്? തുലാവർഷത്തിലെ ശ്രീദേവിനെ പോലെയുണ്ട്. നീയേ പറഞ്ഞു ശ്രീദേവി പോലെ ഉണ്ടെന്ന്. ഇവളുടെ വായ കൊണ്ട് തന്നെ പറഞ്ഞ് എന്നെ കല്യാണം കഴിച്ചോളാന്ന്. എന്താ ഈ പറയുന്നത്? അതിശയായിരിക്കുന്നല്ലോ. അതിശയൊന്നും തനിയെ വരൂല, നമ്മളായിട്ട് നടത്തണം എല്ലാം. പ്ലാനോ? അതെ, എന്റെ കൂടെ ബാബു എന്ന് പറഞ്ഞൊരു പയ്യൻ ചുറ്റിക്കൊണ്ടിരുന്നില്ലേ, അവനൊരു ചേച്ചിയുള്ള കാര്യം അറിയാം. പക്ഷെ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ആദ്യമായിട്ട് ഞാൻ അവളെ കണ്ടപ്പോ എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് തോന്നി. അവളുടെ പ്രായം എന്റെ പ്രായം വെച്ചിട്ട് എങ്ങനെ നടക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാ ആ പെണ്ണിനെ മുറച്ചെറുക്ക കല്യാണം കഴിക്കാൻ വേണ്ടിയും അതിനുവേണ്ടി 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ ആ പിള്ളേർ എന്റെ അടുത്ത് വന്നു. അപ്പോഴാണ് ഞാൻ നിശ്ചയിച്ചത് ദൈവം നമുക്ക് വേണ്ടിയുള്ള വാതിൽ തുറന്നു തന്നു എന്ന്. അപ്പൊ തന്നെ 2 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ആ പിള്ളേരെ വെച്ച് പ്ലാൻ ചെയ്തു. അതേ നേരത്തില് അഹല്യ കെട്ടാൻ പോകുന്ന വരൻ ആരാണെന്ന് അവിടെ നാട്ടിലേക്ക് പോയി അവനെ പറ്റി എല്ലാം മനസ്സിലാക്കിയിട്ട് വന്നു. കെട്ടാൻ പോകുന്ന വരൻ ചെങ്കൽച്ചോള സൂപ്പർവൈസർ ആയിരിക്കുന്ന കാര്യം അറിഞ്ഞു. ആഴ്ച തോറും ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി തണ്ടലും കൂട്ടുറവ് ബാങ്കിൽ നിന്ന് പണം എടുത്ത് അവന്റെ മുതലാളിക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന കാര്യം മനസ്സിലാക്കി. അപ്പോഴാണ് ഈ പിള്ളേരെ ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ മോഷ്ടിച്ചാൽ എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചാൽ അകത്താവുന്നു. ആരെങ്കിലും ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് വരുമ്പോൾ നമ്മൾ അവരെ ഫോളോ ചെയ്ത് അത് മോഷ്ടിക്കണമെന്ന് പറഞ്ഞു. ആ ചെറുക്കനെ മനസ്സിൽ വെച്ചാണ് ഞാനത് പറഞ്ഞത്. അവനെ തള്ളി വീഴ്ത്തിട്ട് പണം എടുത്തിട്ട് ബാബുന്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് അവനെ ആരോ കൊന്നെന്നും പറഞ്ഞ് അവളെ തൂക്കുകയിൽ നിന്ന് ആരോ രക്ഷിച്ചെന്നും പറഞ്ഞത്. അതൊക്കെ ശരിയാ. ആ ചെറുക്കനെ ആരാ കൊന്നത്? ഇതൊക്കെ പാവം തന്നെയല്ലേ? പാവം നോക്കി ചിക്കൻ കഷ്ണം പോലും തിന്നാൻ പറ്റില്ല. നിന്നെ വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് ദ്രോഹം ചെയ്യാൻ പറ്റിയത്? വിശ്വസിച്ചാലേ ദ്രോഹം ചെയ്യാൻ പറ്റുള്ളൂടാ. ബാബു ഇങ്ങോട്ട് വാ. എന്താ നീ ഇവിടെ നീയും ചെറുപ്പം മുതൽ ഈ വെള്ളറിയാൻ തുടങ്ങിയ? അല്ല, ചേച്ചിയാണ്. നിന്റെ ചേച്ചിയോ? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് കല്യാണം ആവാൻ പോലെ. അതുകൊണ്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ച് കുലദൈവത്തിന് കാഴ്ച വെച്ചിട്ട് വരാൻ പറഞ്ഞു. കുലദൈവം നമ്മളെ പോലെ കുടിയൻ സ്വാമിയാണോ? ലോക്കൽ ചരക്കൊന്നും വേണ്ട, ഫോറിൻ ചരക്ക വാങ്ങിച്ചാരാ. വാ, നിന്റെ ചേച്ചിനെ ഞാൻ കെട്ടാൻ പോവാ. അപ്പ വാ.
ഇന്ന് ഞാൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇതാണ് ലാസ്റ്റ്. ഇനി ഞാൻ കുടിക്കേയില്ല. എടാ ബാബു, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാ. നിന്റെ ചേച്ചി എന്നെ കെട്ടാന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലടാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മുമ്പ് പാവപ്പെട്ടവരെ പണക്കാര് പറ്റിക്കാറുണ്ട്, ഇപ്പൊ പാവങ്ങൾ തന്നെ പാവങ്ങളെ പറ്റിക്കാറുണ്ട്. എന്താടാ നീ പറയുന്നേ? നീയും നിന്റെ ഫ്രണ്ടും വൈൻ ഷോപ്പിൽ സംസാരിക്കണതൊക്കെ ഞാൻ കേട്ടു. എന്റെ അമ്മമ്മനെ നീ തന്നെയാ കൊന്നു കളഞ്ഞത്. എടാ അത് വന്ന് എല്ലാം എനിക്കറിയാം. നിന്റെ ചേച്ചിയെ നന്നായി നോക്കാടാ. എന്റെ ചേച്ചിയെ നോക്കാൻ എനിക്കറിയാം. നിന്നെ കൊണ്ട് നല്ല ഭർത്താവായിരിക്കാൻ പറ്റോ? എനിക്ക് ജീവനുള്ളവരെ ഈ കല്യാണം നടത്തില്ല, നടക്കാൻ വിടില്ല. എന്റെ ജീവിതവും നശിപ്പിച്ചു, എന്റെ ചേച്ചിയുടെ ജീവിതവും നശിപ്പിച്ചു. നിന്നെ ഇപ്പൊ തന്നെ ഞാൻ കൊന്നുകളയാൻ പോവാ. നീയൊക്കെ മനുഷ്യനാണോ? നിനക്ക് ജീവനുണ്ടെങ്കിലല്ലേ? നീ എന്നെ കൊല്ലാൻ പോവാ? ഞാൻ നിന്നെ ഇപ്പൊ തന്നെ കൊല്ലാൻ പോവാ. എടാ, നീ എങ്കിൽ അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതി, എന്നിട്ടിപ്പൊ നീ ഒരു കൊലപാതകനായി. ചേച്ചി, ദ്രോഹികളെ ദൈവം ഇല്ലാതാക്കുന്നു കേട്ടിട്ടില്ലേ?